ഹലോ, ഇത് അഡ്മിൻസിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. അഡ്മിൻസ് മാത്രമേ ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അഡ്മിൻ ആക്ഷനുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫോമിൽ 4 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, പുതിയ ലോൺ ആഡ് ചെയ്യാം. അത് പുതിയ ലോണാവാം, ടോപ്പപ്പ് ആവാം. അതൊന്നും കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ലോൺ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അത് പുതിയതാണോ ടോപ്പപ്പ് ആണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ആദ്യം ലോൺ ആഡ് ചെയ്യണത് എങ്ങനെയെന്ന് കാണിക്കാം. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് ലോൺ എടുക്കുക. ഇതിൽ ഈവൻ എലിജിബിൾ ആണോ ഇല്ലേ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എലിജിബിൾ ആയവർ മാത്രമേ ഈ ലിസ്റ്റിൽ വരുള്ളൂ. ഇതിൽ മാക്സിമം എമൗണ്ടും ഡൈനാമിക്കായിട്ട് കാണിക്കും. ആ എമൗണ്ട് എത്രയാണോ മാക്സിമം അതാണ് ലോൺ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. മാക്സിമം മനുവിന് ഒരു ലോൺ കൊടുക്കുകയാണ്. ഓക്കെ, അത് 60,000 എലിജിബിൾ ആയിരുന്നു, പക്ഷെ ഞാൻ 10,000 കൊടുക്കണുള്ളൂ. അല്ലെങ്കിൽ 50,000 കൊടുക്കുക. ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ടോപ്പപ്പ് ആണോ ഇതാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ മാക്സിമം എലിജിബിളിനേക്കാളും കൂടുതൽ പോവാതിരിക്കുക. ഓക്കെ, അത് ഹാർഡ് കൺസ്ട്രെയിൻ്റ് അല്ല. അപ്പോൾ അതിട്ട് കഴിഞ്ഞാലും അത് വർക്കാവും. പക്ഷേ അതാണ് ആകെ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നത്, ഡു നോട്ട് ഗീവ് മോർ ദാൻ ദ എലിജിബിൾ എമൗണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ലോൺ കൊടുക്കൽ. ഓക്കെ, ലോൺ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഇതിപ്പോൾ ആരാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. കാരണം ന്യൂ ലോൺ ആഡഡ് ബൈ ഫിൽവിൻ. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ പേരിൽ, അത് അഡ്മിൻ ആരാണോ അവരായിരിക്കും ആഡ് ചെയ്യുന്നത്. മെമ്പർ മനു, ഡേറ്റ് എത്രയാണോ, ലോൺ എമൗണ്ട് എത്രയാണ്, മിനിമം EMI എത്രയാണ്, ഇപ്പോൾ അതിന് ശേഷം ലോൺ കൊടുത്തതിന് ശേഷം ബാങ്കിൽ എത്രയാണ് ബാലൻസ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ വരാം. ഓക്കെ, അതിനുശേഷം ലോൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോവാണ്. ഇപ്പോൾ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ KSEB ബില്ല് അടയ്ക്കണം, അല്ലെങ്കിൽ കേക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വരുമല്ലോ. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ ഒരു KSEB ആണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ ആധാർ കൊടുക്കുക, എന്നിട്ട് പേര് എന്താ വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, ഒരു ഉദാഹരണത്തിന് വാട്ടർ ബിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിക്കുക. എത്രയെന്ന് വെച്ചാൽ അത് സബ്മിറ്റ് അടിക്കുന്നു. അത്രേ ഉള്ളൂ ആ പരിപാടി. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകാൻ പോണത് എന്താ വെച്ചാൽ അതുപോലെ തന്നെ ഇത് ലോൺ എമൗണ്ട് കഴിഞ്ഞിട്ട് പുതിയ എക്സ്പെൻസ്. ഓക്കെ, ന്യൂ എക്സ്പെൻസ് ആഡഡ് ബൈ ഫിൽവിൻ. ഇതാണ് എക്സ്പെൻസ്. വാട്ടർ ബില്ലാണ്, 100 രൂപയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ ബാങ്കിലെ ബാലൻസ് അത് വരും. അതിനുശേഷം നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് എക്സ്പെൻസ് കഴിഞ്ഞു, ലോൺ കഴിഞ്ഞു. ഇനി ബാങ്കിന് എന്തെങ്കിലും ചാർജസ് ഉണ്ടാവും. അതാണ് ബാങ്ക് ക്രെഡിറ്റ് ഡെബിറ്റ്. ബാങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് ചാർജ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ സെലക്ട് ചെയ്യുക, എത്രയാണ് എമൗണ്ട് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിപ്പോൾ ഇൻട്രസ്റ്റ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നോക്കണ്ട. ക്രെഡിറ്റ് ആണെങ്കിൽ ഇത്, ഡെബിറ്റ് ആണെങ്കിൽ അത്. അപ്പോൾ അത് കഴിഞ്ഞു പരിപാടി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി ലാസ്റ്റ് കേസാണ് വരാൻ പോണത്. ആഡ് ഇവൻ കോൺട്രിബ്യൂഷൻ. ഇതും കൂടി പറഞ്ഞേക്കട്ടെ. സോ ബാങ്ക് ക്രെഡിറ്റ് ആഡഡ് ബൈ ഫിൽവിൻ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ഇത് ആരാണോ ആഡ് ചെയ്യുന്ന ആളുടെ പേര് വരും. ഇപ്പോൾ ടോജുനാണെങ്കിൽ ടോജു, അങ്ങനെ ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ, എമൗണ്ട് 100 രൂപ, ഇത് കഴിഞ്ഞിട്ടുള്ള ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ അത്. അതിനുശേഷം ലാസ്റ്റ് സാധനമാണ് ഇവൻ കോൺട്രിബ്യൂഷൻ. ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, ആ ഇവൻറ്റിന് വേണ്ടി എല്ലാവരും പോയി. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്നതാണ്, അതായത് പണ്ടുണ്ടായിരുന്നു അത്. പോയ അറ്റൻഡീഷന് മാത്രം ഒരു 200 വെച്ച് അല്ലെങ്കിൽ ഒരു എമൗണ്ട് വെച്ചിട്ട് സ്പ്ലിറ്റ് ആവും. ബാക്കി അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് പോയവരുടെ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഒരു ഉദാഹരണത്തിന് അയൽക്കൂട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വയ്ക്കുക, അതിന് കുറേ പേര് പോവും. അപ്പോൾ അയൽക്കൂട്ടിനെ സെലക്ട് ചെയ്യുന്ന വെച്ച് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ സെലക്ട് ചെയ്താലും ഇല്ലെങ്കിലും ആരാണോ അറ്റൻഡ് ചെയ്തത്, ആരുടെ ഇവൻ്റാണോ അവരുടെ നിന്ന് പൈസ എടുക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വല്ല റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് വല്ല പൈസ ഉണ്ട്, 2 രൂപ 4 രൂപ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം അത് ആ പെൻഡിങ്ങിലുള്ളവരിടും. ഒരു ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. ഒരു 200 3100 ആയിരുന്നു, 10 പേര് അറ്റൻഡ് ചെയ്തു. അങ്ങനത്തെ ഒരു ഉദാഹരണം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇട്ട് വെക്കാം. ഇതൊരു ഇങ്ങനൊരു എമൗണ്ട് ഇടാം. അപ്പോൾ സ്പ്ലിറ്റ് ആവണത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഇവൻ നെയിമാണ്. ഓക്കെ, ബാപ്റ്റിസ്റ്റ് ഇരിക്കട്ടെ. അതിനുശേഷം ബാപ്റ്റിസ്റ്റിന് നമ്മൾ കൊടുത്ത എമൗണ്ട് ഇത്രയാണ്. റെക്കമെൻഡഡ് എമൗണ്ട് കാണിക്കുന്നുണ്ട് അവിടെ, അതിനനുസരിച്ചിട്ട് നോക്കാം. അതിന് മേലെ കൊടുത്തു എന്ന് വെച്ചാൽ പ്രശ്നമില്ല, അത് ഹാർഡ് കൺസ്ട്രെയിൻ്റ് അല്ല, എങ്കിലും പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ,
അത് കഴിയുമ്പോൾ അതും സബ്മിറ്റായി. അത് സബ്മിറ്റായി കഴിയുമ്പോൾ തന്നെ അവിടെ അതിനുള്ള നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇതാണ് സാധനം. ബാങ്ക് ക്രെഡിറ്റ് അല്ല, ഇതാ ഇത്. അതായത് ഇവൻ കോൺട്രിബ്യൂഷൻ ആഡഡ് ബൈ ഫിൽവിൻ. ഇതിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? അൽക്കുട്ടിന് വേണ്ടിയിട്ടാണ്, ബാപ്റ്റിസാണ്. ഇതായിരുന്നു ടോട്ടൽ എമൗണ്ട്. അതിനുശേഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 200 വെച്ചിട്ട് ഈ പോയ അറ്റൻഡീസിൻ്റെ ഇന്നൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. 10 പേരുണ്ടായിരുന്നു അതിൽ. അതുകൊണ്ടാണ് ഈ 10 × 200 ഇവിടെ വന്നത്. ഓക്കെ, അതിൽ അറ്റൻഡ് ചെയ്യാത്ത 14 പേരുണ്ട്. 10ഉം 14 24. ടോട്ടൽ നമ്മുടെ ക്ലബിലുള്ളത് 25 പേരാണ്. അപ്പോൾ ഇതിൽ 79 രൂപ വെച്ചിട്ട്, അതായത് 10 × 200 2000 ആയി. ബാക്കി 1000 ഉണ്ട്. 1000നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 79 കിട്ടി. അതുകൊണ്ടാണ് ഈ 79 വെച്ച് ബാക്കി എല്ലാവർക്കും ആഡ് ആവും. ബാക്കി ഒരു പൈസ വരും, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത പൈസ. ഡെസിമലിലോട്ട് പോകണില്ല നമ്മൾ. ഓക്കെ, ആ 5 രൂപ അൽക്കുട്ടൻ്റെ ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അൽക്കുട്ടൻ്റെ അഡ്ജസ്റ്റ് ആവും. ഓക്കെ, അത് ആരുടെ ഇവൻ്റ് ആണോ അവരുടെ അഡ്ജസ്റ്റ് ആവും. ഇത് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. പൊതുവേ ഇങ്ങനത്തെ ഒരു നമ്പർ വരാൻ ചാൻസ് ഇല്ല. റൗണ്ട് ഓഫ് കുറവായിരിക്കും എമൗണ്ട്. എന്താണെങ്കിലും അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ആ എമൗണ്ട് നമ്മുടെ ക്ലബ് എക്സ്പെൻസിൽ ആഡ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ടോജു ഈ പൈസ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോജു അല്ലെങ്കിൽ അഡ്മിൻ ആരാന്നോ അയാൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അതാണ് സംഭവം. അതും കഴിഞ്ഞിട്ട് എത്രയാണോ ബാലൻസ് അതിവിടെ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഈ മെയിൻ 4 സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് ഏത് സ്ഥലത്ത് പോയാലും, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആഡ് എക്സ്പെൻസ് എടുത്തു, അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു, പേടിക്കാനൊന്നുമില്ല. ഇനി ഇൻ കേസ് തിരിച്ചു വരണം, ഓക്കെ തെറ്റിപ്പോയി, ആഡ് എക്സ്പെൻസ് ഇവിടെ അല്ല വേണ്ടിയിരുന്നതെങ്കിൽ സബ്മിറ്റ് ചെയ്യരുത്, അതിന് മുന്നേ ബാക്ക് അടിക്കുക. എന്നിട്ട് വേറെ ഇപ്പോൾ ഇവൻ കോൺട്രിബ്യൂഷനാണ് വേണ്ട, അല്ലെങ്കിൽ ബാങ്ക് ഡെബിറ്റോ ക്രെഡിറ്റ് ആയിരുന്നു, നെക്സ്റ്റ് പോവുക. ഓക്കെ, ഏത് ഭാഗത്തുനിന്നും എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് തിരിച്ചു വരാം. ആകെ ബേസിക്കായിട്ട് 4 ഓപ്ഷനേ ഉള്ളൂ. ഈ 4 ഓപ്ഷൻ എന്തെടുക്കണോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.